മെയ് മാസം 27 ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം ഓരോ ബുധനാഴ്ചയും നൽകുന്ന പുതിയ സന്ദേശങ്ങൾക്കായിട്ട്, പുതിയ അവസരങ്ങൾക്കായിട്ട്, പുതിയ കൃപകൾക്കായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ പുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള പുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിന് കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, പുത്രനെ അയച്ച് സ്നേഹിച്ച സ്നേഹം, അവിടെ പാപനിമിത്തം അവിടെ നിന്ന് അകന്നുപോയ അടിയങ്ങളെ അവിടെയായിട്ട് രമ്യമാക്കുവാൻ, കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ, സധൈര്യം അവിടുത്തെ അടുത്തേക്ക് വരുവാൻ തക്കവണ്ണം പുത്രൻ ഞങ്ങൾക്ക് മുഖാന്തരമായ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മ ഞങ്ങളെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ദൈവസ്ഥകൾ മനസ്സിലാക്കി വിശ്വസിച്ച് നിത്യമായ കാര്യങ്ങളിൽ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് കടക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് അടിയങ്ങളെ അപേക്ഷിക്കുന്നു. രക്ഷയുടെ വചനം കേട്ട് അതിൽ വിശ്വസിച്ച് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം, നിത്യമായിട്ടുള്ള ജീവിതം ആരംഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. അങ്ങനെ നാം വീണ്ടും ഒരു ബുധനാഴ്ച ദിവസം വന്ന് എത്തിയിരിക്കുകയാണ്. നമ്മൾ പഠിക്കുന്നത് ദൈവത്തെക്കുറിച്ച്, ദൈവം വെളിപ്പെടുത്തിയ ദൈവിക വെളിപ്പാടുകളിൽ നിന്ന്. ഈ വെളിപ്പെടുത്തിയ വെളിപ്പാടുകൾ ദൈവത്തിൻ്റെ ഇഷ്ടാനുസരണം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുപോലെ നമ്മുടെ ആവശ്യം അനുസരിച്ച് ദൈവം അതിനെ എഴുതുകയും എഴുതിപ്പിക്കുകയും അതിനെ സൂക്ഷിക്കുകയും ഇന്ന് വരെ അത് നിലനിർത്തുകയും ചെയ്തിരിക്കുകയാണ്. അതിന് ഞങ്ങൾ തീർച്ചയായിട്ടും നന്ദിയുള്ളവരായിരിക്കണം. അത് നമ്മൾ വായിച്ച് പഠിക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം നമുക്ക് പരിഭാഷകന്മാരെയും പഠിപ്പിക്കുന്ന ആൾക്കാരെ ആവശ്യമാണ്. ഞാൻ അതിൽ വലിയ വിദഗ്ധനല്ല എങ്കിലും ദൈവം തരുന്ന കഴിവുകളനുസരിച്ച് മൂലഭാഷകളിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ശ്രമം മാത്രമാണിത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവം തന്നെയാണ്, ഇതിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. എങ്കിലും ഏൽപ്പിച്ചിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും വിശ്വസ്തയോടുകൂടി അത് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരു പുതിയ ആരംഭമുണ്ടായി. നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ ഒരു മുഖവര നമുക്ക് പഠിക്കാം. ഈ ലേഖനത്തിൽ എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൊണ്ട് എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ബോധ്യമാകുവാൻ തക്കവണ്ണം ഒരു മുകളിൽ നിന്നുള്ളൊരു നോട്ടം, ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളിൽ എന്താണ് ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നത് എന്നുള്ള ഒരു മുഖവരയിലൂടെ അത് നാം പഠിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ ദൈവം സംസാരിച്ചു, ഗോഡ് സ്പോക്ക് എന്നുള്ള ഒറ്റ പ്രഖ്യാപനം കൊണ്ട് തന്നെയാണ് ഈ എഴുത്ത് ആരംഭിക്കുന്നത്, ഈ ലേഖനം ആരംഭിക്കുന്നത്. ഇത് ഏത് വിധത്തിലുള്ള ദൈവ ഉദ്ദേശ രീതിയിലുള്ള ഒരു പ്രസംഗ രൂപമാണോ അല്ലെങ്കിൽ ഒരു കത്ത് രൂപമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ദൈവം ആരംഭിക്കുന്നത് തന്നെ, പരിശുദ്ധാത്മാവ് ഇല്ലാൻ എഴുതപ്പെട്ട ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ
ദൈവം സംസാരിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് മുഹോരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവം സംസാരിച്ചു. പിന്നെന്ത് ചെയ്തു ദൈവം? പുതിയ നിയമത്തിൽ തൻ്റെ പുത്രനിലൂടെ നമ്മളോട് സംസാരിക്കാനുണ്ടായത്, നമ്മളോട്. അപ്പോൾ ഈ നാം ആരെന്നുള്ളത് നമുക്കത് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഈ ലേഖനത്തിൽ ഈ നാം എന്ന് പറയുന്നവർ ആർക്കാണ്? നമുക്ക് വെളിപ്പെടുത്തി, നമ്മളോട് സംസാരിച്ചു. നാം 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 എന്നുള്ള ഒരുപാട് പ്രയോഗങ്ങൾ ഈ വേദഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് അത് എന്താണ് എന്നുള്ളതും നാം നമ്മുടെ പഠനത്തിൽ നാം പഠിക്കുന്നതാണ്. എന്നാൽ തീർച്ചയായിട്ടും അത് പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച സഭയുടെ അംഗങ്ങളോടാണ് എന്നുള്ളതിന് നിസ്സംശയമാണ്. എന്നാൽ അതിൽ യഹൂദന്മാരും ജാതികളിൽ നിന്നും ഉള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ AD 70 മുമ്പ് എഴുതപ്പെട്ടതാണ് ഉള്ള ഒരു എഴുത്താണ് എങ്കിൽ അത് തീർച്ചയായിട്ടും അതിൽ ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും ഉള്ള വിശ്വാസികളായിരുന്നു. അവർക്കായിരിക്കാം ഇത് എഴുതിയിരിക്കുന്നത്. കാരണം നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പുതിയ നിയമത്തിൻ്റെ കസ്റ്റോഡിയൻസ് അത് ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും അത് സഭയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവരെ വിശുദ്ധന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഏൽപ്പിക്കപ്പെട്ട വചനം അത് നമുക്ക് ആണ് എന്നുള്ളതിന് നിസ്സംശയം നമുക്ക് പറയാം. അങ്ങനെ പഴയ നിയമം പുതിയ നിയമം ചേർന്ന് നമുക്ക് ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ഉണ്ട്. അതിൽ എബ്രായ ലേഖനം വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ്. അത് പഴയതിനെയും പുതിയതിനെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി നമുക്ക് തരുവാൻ തക്കവണ്ണം അത് മനസ്സിലാക്കി ഈ ദൈവത്തോട് നമുക്ക് ഇന്ന് എപ്രകാരം സധൈര്യം നമുക്ക് കടന്നു ചെല്ലാം എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വേദഭാഗം വായിച്ചത് 4:14 മുതൽ 16 വരെ. എന്തുകൊണ്ട്? നമുക്ക് ഇങ്ങനൊരു മഹാപുരോഹിതനുള്ളത് കൊണ്ട് നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ അടുത്തേക്ക് കൃപാസനത്തിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. ഇന്ന് കൃപാസനം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ അത് വളരെ വിചിത്രമായ കൃപാസനമാണ്. അത് യേശു ക്രിസ്തുവിൻ്റെ സിംഹാസനമോ സ്വർഗത്തിലുള്ള പിതാവിൻ്റെ സിംഹാസനമോ ഒന്നും അല്ല. ഏതോ കൃപാസനങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കണം. അങ്ങനെ അബദ്ധങ്ങളിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ നിത്യതയെ, നമ്മുടെ ആത്മരക്ഷയെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവകാശങ്ങളെ എല്ലാം നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാവുന്ന വിധത്തിലുള്ള കൃപാസനങ്ങൾ ഒരുപാട് ഇന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഈ ലേഖനത്തിൽ അങ്ങനെ ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ എബ്രായത്തിന് മുഖരയായിട്ട് നാം അതിനെക്കുറിച്ച് പറയുന്നത് ദൈവത്തെ നമുക്ക് ശുശ്രൂഷിക്കാനായിട്ട്, അവനെ ആരാധിക്കുവാനായിട്ട്, അവനെ സേവിക്കുവാനായിട്ട് ഇത് എഴുതപ്പെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പല ഉദ്ദേശങ്ങൾ ഉണ്ട്. അതിലൊരു ഉദ്ദേശം പാപികളായ മനുഷ്യർക്ക്, അത് ആദാം മുതലുള്ള ആരായാലും, ആദാമിൽ ജനിച്ച് നോഹയിലൂടെ കടന്നു വന്ന് അബ്രാമിൻ്റെ വിളിയിലൂടെ യഹൂദനായാലും ജാതി ആയാലും അവർക്ക് ഇന്ന് എങ്ങനെ ദൈവസന്നിധിയിലേക്ക് കടന്ന് ചെല്ലാം, എങ്ങനെ ദൈവത്തെ സേവിക്കാം, എങ്ങനെ ദൈവത്തിന് ശുശ്രൂഷകൾ ചെയ്യാം, ദൈവത്തെ എങ്ങനെ ആരാധിക്കാം എന്നുള്ളത് നമുക്ക് നിസ്സംശയം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് നമ്മുടെ എബ്രായ ലേഖനം എന്ന് ഞാൻ നിങ്ങളെ ആദ്യം കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചുവല്ലോ. അപ്പോൾ ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുക, ആരാധിക്കുക, സേവിക്കുക. അപ്പോൾ അതിനുപയോഗിച്ച് ലാട്രിയോ എന്നുള്ള വാക്ക് അത് വെർബാണ്, അത് ക്രിയയാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പഴയ നിയമത്തിൽ അവർ ദൈവസന്നിധിയിൽ കടന്നു ചെന്നിട്ടുണ്ട്. എന്നാൽ അവിടെ അവർക്കത് നിരന്തരമായിട്ട് അപ്രകാരം ചെയ്താൽ മാത്രമേ വർഷാവസാനം അവർക്ക് മഹാപുരോഹിതൻ ദൈവസന്നിധിയിലേക്ക് കടന്നെല്ലാം പറ്റത്തുള്ളൂ. അവർക്ക് ആർക്കും, ഒരു യഹൂദന് പോലും പഴയ നിയമത്തിലെ പഴയ ഉടമ്പടി അനുസരിച്ച്, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നെല്ലാം അസാധ്യമാണ്. കാരണം ആടുകളുടെയും കോലാടിൻ്റെയും മൃഗങ്ങളുടെയും രക്തം പാപത്തിന് പരിഹാരം വരുത്തുന്നില്ല. എന്നാൽ പുതിയ ഉടമ്പടിയിൽ
അതിൻ്റെ മധ്യസ്ഥനായ കർത്താവ് യേശു ക്രിസ്തു വഴി നമുക്ക് അവൻ്റെ രക്തം മുഖാന്തരം നമുക്കിന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് അവനെ സേവിക്കാനും സ്നേഹിക്കാനും ആരാധിക്കാനും ശുശ്രൂഷിക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ള ആ ഒരു വ്യത്യാസം, ആ ഒരു മറ നമുക്ക് മാറ്റിത്തരുന്ന ഒരു പുസ്തകമാണ് ഈ നമ്മുടെ എബ്രായ ലേഖനം. അപ്പോൾ അങ്ങനെ ഈ ദൈവത്തെ എങ്ങനെ സേവിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അല്പമായിട്ട് നാം ചിന്തിക്കുകയുണ്ടായി. ഒന്നാമതായിട്ട് നമുക്ക് മനസ്സാക്ഷിയിൽ നമുക്ക് വിശുദ്ധി ആവശ്യമാണ്. വിശുദ്ധി എന്നുള്ള ഒരു പദം അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം നോക്കിയാൽ അത് നമ്മളെ തന്നെ നമ്മളെന്തായിരിക്കുന്നുവോ അതിൽ നിന്ന് നമ്മൾ ഒരു സമർപ്പണ ബോധത്തോടു കൂടി ഒരു പുതിയതിലേക്ക് കടക്കുകയാണ്. അത് അങ്ങനെയാണ് നമ്മുടെ മനസ്സാക്ഷിയിൽ നമുക്ക് വിശുദ്ധി ഉണ്ടാവുക. ഹഗിയോസ് എന്ന പദത്തിൻ്റെ അർത്ഥം സെപ്പറേറ്റഡ്, ദൈവത്തിന് വേണ്ടി മാറ്റപ്പെട്ട ഈ ദുഷ്ടലോകത്തിൽ നിന്ന്, പാപികളുടെ മധ്യത്തിൽ നിന്നും ചിലരെ ദൈവം തനിക്ക് വേണ്ടി മാറ്റുകയാണ്. അങ്ങനെ അത് നടക്കേണ്ടത് നമ്മുടെ മനസ്സാക്ഷിയിലാണ്, നമ്മുടെ വിശ്വാസത്തിലാണ്, നമ്മളുടെ പ്രവൃത്തിയിലാണ്. അപ്പോൾ അങ്ങനെ വിശുദ്ധീകരണം നമുക്ക് സാധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും അടുത്തേക്ക് ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അത് സാധ്യമാകുന്ന ഏക വ്യക്തി കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. അത് പഴയ നിയമത്തിൽ അസാധ്യമായിരുന്നു. എന്തുകൊണ്ട് അസാധ്യമായിരുന്നു? അത് മൃഗബലിയായതുകൊണ്ട്. അവിടുത്തെ പുരോഹിതന്മാരും മഹാപുരോഹിതനും മനുഷ്യരായിരുന്നതുകൊണ്ട്, അവർ പാപികളായിരുന്നുകൊണ്ടും തൻ്റെയും ജനത്തിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി അവർ പരമയാഗം കഴിച്ച് ദൈവസേനയിലേക്ക് മഹാപുരോഹിതൻ മാത്രമാണ് കടന്നു ചെല്ലുന്നത്. എന്നാൽ ഇന്ന് അതിന് പകരമായിട്ട് ഇന്ന് യേശു ക്രിസ്തു മുഖാന്തരം അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിനെ കടന്നു ചെല്ലാം. എന്നാൽ അതിന് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ ഈ ലോകത്തിൽ നേടേണ്ടി വരും എന്നുള്ള ജാഗ്രതാ നിർദ്ദേശവും നമുക്കുണ്ട്. കാരണം ഈ ദുഷ്ടലോകത്തിൽ ദൈവം നമ്മളെ വേർതിരിക്കുമ്പോൾ, വിശുദ്ധീകരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നമ്മൾ മാറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് സാധ്യമാണ്. നമുക്കറിയാം, നമ്മൾ ജനിച്ചു വളരുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് നാം ദൈവഭാഗത്തേക്ക് വരുമ്പോഴുള്ള പ്രതികൂല സാഹചര്യങ്ങൾ, നമ്മൾ കഷ്ടപ്പെടുന്ന മതമായിട്ടും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാഷ്ട്രമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ഇന്ന് കൺവേർഷൻ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ. അങ്ങനെ നാം ഈ ദൈവഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ധൈര്യം എവിടെ നിന്ന് ലഭിക്കും? അത് വളരെ വിഷയമാണ്. ഈ ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും ആരാധിക്കാനും അവനെ പുകഴ്ത്തുവാനുമുള്ള ആ ധൈര്യം നമുക്ക് എവിടെ നിന്ന് കിട്ടും? അത് ദൈവം തന്നെ നമുക്ക് നൽകുന്ന ഒന്നാണ്. അത് യേശു ക്രിസ്തുവിൻ്റെ കാൽവരിമരണത്തിൽ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ യേശു ക്രിസ്തുവിൽ വിശ്വാസം വഴി, അവൻ വഴി ഈ ദൈവത്തോട് നമുക്ക് അടുക്കാം, കൃപാസനം അടുക്കാം. അത് എങ്ങനെ അടുക്കാം? സധൈര്യം അടുക്കാം. ആ ധൈര്യം നമുക്ക് നൽകുന്നത് നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനെ കർത്താവ് യേശു ക്രിസ്തുവാണ് എന്നുള്ളത് ഈ ലേഖനത്തിൽ വളരെ സജീവമായിട്ട് നമുക്കത് വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് നമ്മളെ ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും തക്കവണ്ണം നമ്മുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ജനിക്കുന്നത് വരെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിലും പാപപരിഹാര ബലിയിലും വിശ്വസിക്കുന്ന ആ മാത്ര വരെ നമ്മുടെ പ്രവൃത്തികളെല്ലാം നിർജീവ പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികൾക്കൊന്നും തന്നെ നമ്മൾ ദൈവത്തോട് അടുപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ നന്മ ചെയ്യുന്ന നല്ല കാര്യമാണ്. കൊർന്നേലിയോസിനോടൊക്കെ പത്രോസ് പറയുമ്പോൾ, നിൻ്റെ നന്മ പ്രവൃത്തികൾ, നിൻ്റെ നീതി പ്രവൃത്തികൾ ദൈവം കണ്ടിരിക്കുന്നു, അതുകൊണ്ട് ജാതിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ആർക്കും ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നല്ല പ്രവൃത്തികൾ അത് മോശമൊന്നുമല്ല, ദൈവം അത് പരിഗണിക്കും. എന്നാൽ അതൊക്കെ നിർജീവ പ്രവൃത്തികളാണ്. ജീവനുള്ള പ്രവൃത്തികൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണം മാത്രമാണ്. അതുവഴി മാത്രമാണ് നമുക്ക് ജീവനുള്ള ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും ആരാധിക്കാനും നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്ന് അതായിരുന്നു നമ്മൾ പഠിച്ചു. രണ്ടാമത്, നമുക്ക് കൃപാസനത്തേക്ക് അടുത്ത് ചെല്ലാം. അതാണ് 4:16 നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചത്. എന്തുകൊണ്ട് ഈ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമുക്ക് ഇന്ന് സധൈര്യം കരുണ ലഭിക്കാനും കൃപാവരവും ലഭിക്കുന്നതിനായി നമ്മുടെ പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. ദൈവം സ്വർഗത്തിൽ സിംഹാസനത്തിലിരിക്കുകയാണ്. അതിൻ്റെ വലത്തുഭാഗത്ത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു
നമുക്ക് മഹാപുരോഹിതനായിട്ട് അവിടെ സന്നിഹിതനാണ്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്, നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്, നമുക്ക് വേണ്ടി വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നവനാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമാകട്ടെ. കാരണം എന്താണ്? സൃഷ്ടാവായ ജീവനുള്ള ദൈവത്തിൻ്റെ സമീപത്തേക്ക്, അവൻ്റെ കൃപാസനത്തിലേക്ക്, അവൻ്റെ കൃപയുടെ സിംഹാസനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അത് പുത്രൻ വഴിയാണെന്നുള്ളത് വളരെ അനുഗ്രഹീതമായൊരു കാര്യമാണ്. ഇന്ന് നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ പരിശോധിച്ചാൽ വലിയ ആൾക്കാരെ കാണണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. എത്രയോ കടമ്പകൾ കടന്നാലാണ് അവരെ തന്നിലേക്ക് ചെല്ലാൻ പറ്റുക. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ തക്കവണ്ണം, സൃഷ്ടാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ തക്കവണ്ണം പുത്രൻ വഴി ദൈവം ഒരു വഴി ഒരുക്കിയിരിക്കുകയാണ്. ആ പുത്രൻ വഴി അത് വളരെ എളുപ്പത്തിൽ നമുക്ക് സധൈര്യം ദൈവസന്നിധിയിലേക്ക് കടന്നില്ല. എന്നാൽ ഈ ധൈര്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തക്കവണ്ണം ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിനുണ്ട്. ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ കടന്നു ചെല്ലരുത് എന്ന് മനഃപൂർവ്വം നമ്മളെ തടസ്സപ്പെടുത്തുന്ന ക്രൈസ്തവ സഭകൾ തന്നെയുണ്ട്. ഇന്ന് നമ്മുടെ ശത്രു നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ആയിരിക്കുന്ന സഭകളിലുമാണ്. ഇന്ന് മനുഷ്യനാണ് ഇതിനെല്ലാം തടസ്സം നിൽക്കുന്നത്. എന്നാൽ മനുഷ്യനായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതാരം ചെയ്തത് നമ്മൾ ദൈവത്തോട് അടുപ്പിക്കാനാണ്. അപ്പോൾ ഇന്ന് മനുഷ്യനും മതവും ക്രിസ്തീയ നാമധേയ ക്രൈസ്തവ സഭകൾ അതിനെതിരാണ്, അതിന് തടസ്സമാണ്. അപ്പോൾ അങ്ങനെ തടസ്സങ്ങൾ ധാരാളം ഈ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മളതിനെ തരണം ചെയ്യാൻ തക്കവണ്ണം നമ്മൾ ആത്മീയമായിട്ട് നമ്മുടെ മനസ്സാക്ഷിയിൽ നമ്മൾ വിശദീകരണം പ്രാപിക്കണം. അതാണ് നമ്മൾ അല്പമായി പരിശോധിച്ചത്. അതുപോലെ തന്നെ ഈ തടസ്സങ്ങൾക്കെതിരായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ അല്പമായിട്ട് പരിഗണിക്കുകയുണ്ടായി. ഇസ്രായേലിൻ്റെ അനുസരണക്കേട്, ജാതീയമായ രീതികൾ, അത് ദൈവത്തിൻ്റെ മ്ലേച്ഛമാണ്. അത് വിശുദ്ധിയുള്ളതല്ല, അത് അശുദ്ധമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കരുത് എന്ന് തന്നെയാണ് ഈ ജാഗ്രതാ നിർദ്ദേശം. അത് നമുക്ക് ഈ ലോകത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് നമുക്ക് ഒഴുകിപ്പോകാം. അതാണ് 2-ാം അധ്യായത്തിന് 1 മുതലുള്ള 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ, ഒഴുകിപ്പോകാതിരിക്കാൻ, അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭദ്രതയിൽ നിൽക്കാൻ തക്കവണ്ണം നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്. ദൈവം തൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളും അതിൻ്റെ ചരിത്ര സംഭവങ്ങളും എല്ലാം അത് നമ്മുടെ സത്യത്തിൻ്റെ അതിൻ്റെ ഫൗണ്ടേഷനാണത്. അത് ഇളകിപ്പോകാനുള്ള ഈ ലോകത്തിൻ്റെ ശത്രു, ഈ ലോകത്തിൻ്റെ പ്രഭു നമ്മളിൽ അതിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അതിൽ നിന്ന് മാറ്റാൻ തക്കവണ്ണം, അടിസ്ഥാനങ്ങളെ തകർക്കാൻ തക്കവണ്ണമുള്ള ശക്തിയും ബലവും അവനുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അത് നമ്മുടെ ഒരു കാര്യസ്ഥൻ എന്നുള്ള നിലയിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസ സംഹിതയ്ക്ക് ഒത്തവണ്ണം അതിൻ്റെ വ്യക്തിയായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാലിൻ്റെ മരണവും വ്യക്തിത്വവും അവൻ്റെ മഹത്വവും എല്ലാം പരിഗണിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അവനെ ശ്രദ്ധിച്ച് ജീവിക്കണം, മനുഷ്യരെ അല്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് പഠിക്കാവുന്നൊരു വിഷയമാണ്. അങ്ങനെ ഒന്നാമത് ഒഴുകിപ്പോകാതിരിക്കാനായിട്ട്, രണ്ടാമത് അവിശ്വാസമുള്ള ഹൃദയം. നമ്മുടെ വിശ്വാസം ത്യജിച്ച് കളയാൻ വളരെ എളുപ്പമാണ്. സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് പറയുന്നത്, നമ്മുടെ പ്രയാസങ്ങളും കഷ്ടതകളും ഈ ലോകത്ത് നമുക്ക് വരും. അത് വരുമ്പോൾ നമ്മുടെ കർത്താവിലേക്ക് നോക്കണം. കാരണം എന്താണ്? അവൻ ഇതെല്ലാം കഴിഞ്ഞു പോയവനാണ്. ഇതെല്ലാത്തിനും അവൻ കർത്താവ് യേശു ക്രിസ്തു വിജയിച്ച് വിജയശ്രീലാളിതനായി മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വാഴുകയാണ്. അവൻ കടന്നു പോയി പാപം വഴി എല്ലാത്തിലും നമ്മളോട് സമനായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ സഹായിക്കാൻ അവൻ സന്നദ്ധനാണ്, കഴിവുള്ളവനാണ്. ഈസ് ഏബിൾ ആൻഡ് ഈസ് വില്ലിങ്. അപ്പോൾ അവനല്ലേ നോക്കി. അപ്പോൾ അങ്ങനെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ, തടസ്സങ്ങളുടെ മധ്യത്തിൽ അവിശ്വാസമുള്ള ഹൃദയം, ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ, ദൈവത്തിൽ നിന്ന്, കൃപാസനത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം എന്ന്, ശ്രദ്ധിക്കുവിൻ എന്ന് ഒരു വാണിംഗ്
ഒരു ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതുപോലെ പിന്മാറ്റം, നമ്മൾ പഴയതിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു പ്രവണത. നമുക്കറിയാം, ദൈവം അടിമവീടായ മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്തു. അവർ ചെങ്കൽ കടന്ന് അവരെ ദൈവം മരുഭൂമിയിൽ ന്യായപ്രമാണം കൊടുത്ത് മരുഭൂമി യാത്രയ്ക്ക് അവർ മരുഭൂമിയിൽ കടന്നു പോകേണ്ടി വന്നു. അവർ അപ്പോഴും പലപ്പോഴും പ്രയാസങ്ങൾ, വെള്ളമില്ലായിരുന്നു, ഭക്ഷണമില്ലായിരുന്നു. ആ സമയത്തൊക്കെ അവർ പിറുപിറുത്ത് പിന്മാറ്റത്തിലേക്ക് പോകാനായിട്ട് അവർ തിരിച്ച്, മോശയോട് പറഞ്ഞു, ഞങ്ങളെ കൊല്ലുവാനാണോ നീ ഞങ്ങളെ ഈ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത്? ഞങ്ങൾക്ക് തിരിച്ചു പോകണം, ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകാം. അപ്പോൾ അവർ തന്നെ ഒരു നേതാവിനെ തിരഞ്ഞെടുത്ത് തിരിച്ചു പോകാൻ്റെ ശ്രമങ്ങളൊക്കെ നടത്തിയ അവിശ്വാസി ഹൃദയമുള്ളവരായിരുന്നു അവർ. അപ്പോൾ അങ്ങനെ ഒരു അവർ പോലെ നമ്മൾ ആകരുത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസ സംഹിതകൾ അത് പഠിച്ച് ഹൃദ്യസ്ഥമാക്കി, അത് മനസ്സിലാക്കി, പരിശുദ്ധാത്മാവ് സൂക്ഷിച്ച് അതിൽ ജീവിക്കുവാനായിട്ട്, ദൈവം സ്നേഹിക്കാനും സേവിക്കാനും അനുസരിക്കാനും ബഹുമാനിക്കാനും എല്ലാം അത് നമുക്ക് കാരണമായി തീരണം. അപ്പം പിന്നെ നമ്മൾ വായിച്ചത് ദൈവത്തിൻ്റെ ശാസനയിൽ മുഷിയരുത്. പക്ഷേ ഈ ദൈവത്തിന് പലതരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളെ നേരായി നടത്തുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ ശാസനയാണ്, ബാലശിക്ഷ എന്നൊക്കെ പറയുന്നുണ്ടത്. നമ്മൾ പരിശുദ്ധനായ ദൈവം തൻ്റെ പരിശുദ്ധി ലഭിച്ച തൻ്റെ മക്കൾ അശുദ്ധിയിലേക്ക് പോകുമ്പോൾ, അവർ അനുസരണക്കേട് കാണിക്കുമ്പോൾ, അവിശ്വാസത്തിൻ്റെ പ്രവണതകൾ കാണിക്കുമ്പോൾ ദൈവം ശാസിച്ച് നമ്മുടെ നേർവഴിക്ക് കൊണ്ടുവരും. അപ്പോൾ മുഷിയരുത്, മുഷിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് മുഷിയാനായിട്ടാണ് സാധ്യത കൂടുതൽ, പിന്മാറ്റത്തിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അവിടെ നമ്മുടെ വിളിച്ചവന്, വിശ്വസ്തനായ അവനോട് പറ്റിച്ചേർന്ന് ജീവിക്കാൻ തക്കവണ്ണം ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് ഈ ലേഖനം പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തെ സേവിക്കാൻ 3 കാര്യങ്ങൾ, മനസ്സാക്ഷിയുടെ 3 കാര്യങ്ങളുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ച അതാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, നമ്മുടെ മനസ്സാക്ഷിയുടെ വിശുദ്ധീകരണം. 1 മനസ്സാക്ഷിയിൽ. അതുകൊണ്ടാണ് നമ്മുടെ ബൈബിൾ ചർച്ച്, പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയുടെ നമ്മുടെ ശുശ്രൂഷയുടെ പ്രധാന ഭാഗം, എൻ്റെ മർമ്മപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാക്ഷിയിൽ നമ്മൾ പഠിപ്പിക്കണം. ടീച്ച് ഇൻ ടു ദി കോൺഷ്യസ് ഓഫ് പീപ്പിൾ. അവിടെയാണ് നമുക്ക് സത്യം, അസത്യം, ഗുഡ്, ഈവിൾ എന്നുള്ള പലതും നമുക്ക് വേർതിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ മനസ്സാക്ഷി എന്നുള്ളത്. അവിടെയാണ് ദൈവം ശരിക്കും പ്രവർത്തിക്കുന്നത്. അവിടെ ഈ മാനുഷികമായ കാര്യങ്ങളിൽ നിന്ന് ദൈവിക കാര്യങ്ങളിലേക്കുള്ള ഒരു മാറ്റം, അതാണ് നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അല്ല നമ്മൾ ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അതുകൊണ്ടൊന്നും നമ്മുടെ മനസ്സാക്ഷിയിൽ വ്യത്യാസം വരണം എന്നില്ല. ഇപ്പം നമ്മുടെ കേരളത്തെ നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു ഭരണ സംവിധാനം വന്നിരിക്കുകയാണ്. പുതിയ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് അഡ്മിനിസ്ട്രേഷനൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി അവരെ അടുത്ത 5 വർഷം നമ്മൾ ഭരിക്കാൻ പോവുകയാണ്. ഒരു സമൂലമായൊരു മാറ്റം ഇല്ല എങ്കിൽ നമ്മൾ വീണ്ടും പഴയ ഈ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ വീണ്ടും നമ്മൾ നായയെപ്പോലെ ഛർദിയിലേക്കും പന്നിയെപ്പോലെ വീണ്ടും ആ അഴുക്കിലേക്കും നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സമൂലമായ ഒരു ആന്തരികമായ മാറ്റം, വിശ്വസ്തരായിട്ടുള്ള നീതിന്യായ ബോധമുള്ള, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ മൗലിക അവകാശങ്ങളെ അത് മനസ്സിലാക്കി അതിന് വേണ്ടി നിയമങ്ങളുണ്ടാക്കി നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടമല്ല എങ്കിൽ നാം വീണ്ടും അതിലേക്ക് പോകുമെന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ ആത്മീയ ജീവിതം പോലെ തന്നെയാണ് നമ്മുടെ മറ്റുള്ള ജീവിതങ്ങൾ. അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ആത്മീയ തടസ്സമുള്ളതുപോലെ ഭരണത്തിന് തടസ്സങ്ങളുണ്ട്. വിവിധ പാർട്ടികൾ, വിവിധ മതങ്ങൾ എല്ലാം നമുക്ക് പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആന്തരികമായി മനുഷ്യനൊരു മനസ്സാക്ഷിയിൽ വ്യത്യാസം വന്നാൽ മാത്രമേ നമുക്ക് വാസ്തവമായിട്ട് ദൈവത്തെ സേവിക്കാം. അതുകൊണ്ട് ഒന്നാമതായിട്ട് 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ മനസ്സാക്ഷിയുടെ വിശുദ്ധീകരണം. രണ്ടാമത്, ദൈവത്തെ സമീപിക്കണം. ദൈവത്തെ നമ്മൾ അടുത്ത് ചെല്ലണം. ക്രിസ്തു യേശു വഴി അടുത്ത് ചെല്ലണം. എങ്ങനെ ചെല്ലണം? ധൈര്യത്തോടെ നമ്മൾ ചെല്ലണം. സധൈര്യം നമുക്ക് ചെല്ലാമെന്നാണ് വേദവസം പഠിപ്പിക്കുന്നത്. ധൈര്യത്തോടു കൂടി നമുക്ക് കടന്ന്
ചെല്ലാം. മൂന്നാമതായിട്ട് ദൈവത്തെ സേവനത്തിനുള്ള തടസ്സങ്ങളാണ്. തടസ്സങ്ങൾ. അപ്പം അതുകൊണ്ട് ഈ തടസ്സങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിനെ അതിജീവിച്ചു. അപ്പോൾ ഇതെങ്ങനെ അതിജീവിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് കർത്താവായ യേശുക്രിസ്തു സാധ്യമാണ്. അതിനുവേണ്ടിയാണ് നമുക്ക് പരിശുദ്ധാത്മ നൽകിയിരിക്കുന്നത്. അതുവേണ്ടിയാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം, അവൻ്റെ വിജയം അത് നമ്മുടേതായി മാറുന്നത്. ആ വിജയത്തിൽ അവർ വിക്ടറി ഈസ് ഇൻ ക്രൈസ്റ്റ്, നമ്മുടെ വിജയം അത് ക്രിസ്തുവിലാണ്, നമ്മളിലല്ല. അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് സാധ്യമാകും. അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്ന പഴയതും പുതിയതും എന്നുള്ള രണ്ട് വ്യത്യാസങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ മോശയുടെ ന്യായപ്രമാണപ്രകാരം ഒരു ഇസ്രായേലിന് എബ്രാഹിമിൻ്റെ ഇസ്ഹാക്കിൽ ജനിച്ച സന്തതി ആയ ഇസ്ഹാക്കിൻ്റെ യാക്കോബിന് 12 ഗോത്രങ്ങൾ, അവരിലൂടെയാണ് ദൈവം ഇസ്രായേലിനെ പണിതത്. അവർക്ക് ന്യായപ്രമാണം കൊടുത്തു. ആ ന്യായപ്രമാണത്തിൻ്റെ ഇതിൽ അവർക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് സധൈര്യം ചെല്ലാൻ അസാധ്യമായിരുന്നു. അവർക്ക് പറ്റത്തില്ല. അതാണ് പഴയ നിയമ ആരാധന രീതി. ദൈവത്തെ എങ്ങനെയാണ് അവർ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നത് പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമത്തിൽ എങ്ങനെയാണ്? ഇത് രണ്ട് വ്യത്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ പഴയതിനും പുതിയതിനും, ഇസ്രായേലിനും പുതിയ നിയമസഭയ്ക്കും ഒരു രക്ഷകനാണുള്ളത്. വൺ സേവിയർ ഫോർ ടു പീപ്പിൾ ഗ്രൂപ്പ്സ്. കാരണം ഇവർക്ക് കൊടുത്ത പഴയ നിയമത്തിലൂടെ കൊടുത്ത ആരാധനാ രീതി, ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന രീതികളും പുതിയ നിയമത്തിലുള്ളതും വ്യത്യാസമുണ്ട്. പുതിയ നിയമത്തിൽ പറയുകയാണ് നമുക്ക് സധൈര്യം ദൈവ കൃപാസനത്തിലേക്ക് ചെല്ലാം. പഴയ നിയമത്തിൽ ചെല്ലാൻ പറ്റുമോ? നെവർ. വർഷത്തിലൊരിക്കലും പുരോഹിതനും മഹാപുരോഹിതനും മാത്രമേ ദൈവസന്നിധിയിലേക്ക് കടന്നെല്ലാൻ പറ്റത്തുള്ളൂ. കാരണം അവിടെ സമാഗമന കൂടാരത്തിലും പിൽക്കാലങ്ങളിൽ ശലോമോൻ പണിത ദേവാലയത്തിലും ദൈവ സാന്നിധ്യമുണ്ടായിരുന്നു. അവിടേക്ക് കടന്നു ചെല്ലാൻ രക്തത്തോടുകൂടിയ വർഷത്തിലൊരിക്കൽ അത് മഹാപുരോഹിതന് മാത്രമേ. നമ്മുടെ മഹാപുരോഹിതനോ ഈ കൂടാരത്തിലേക്ക് കടന്നല്ല, ദേവാലയത്തിലേക്ക് കടന്നവനല്ല. അവൻ സ്വർഗത്തിൽ ദൈവസന്നിധിയിലേക്ക് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി കടന്ന് അവിടെ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം. ഇത് പരിശുദ്ധാത്മ നമുക്ക് ബോധ്യം നൽകിയാൽ മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ. എന്നാൽ ഇന്നും ഈ പഴയ നിയമ രീതിയാണ് ഇന്ന് നമ്മൾ ഈ പള്ളികളിൽ കാണുന്നത്. പഴയതിര. അപ്പം അതിന് നമുക്ക് അതുകൊണ്ട് ഈ ദൈവത്തെ ആരാധിക്കുന്ന പഴയതും പുതിയതും എങ്ങനെ ധൈര്യത്തോടെ ദൈവത്തെ പുത്രനായ യേശുക്രിസ്തു വഴി നമുക്ക് സമീപിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ പഠന വിഷയം. പഴയ നിയമ ആരാധന, പുതിയ നിയമ ആരാധന. പഴയ നിയമ ആരാധന നമുക്ക് എബ്രായലേഖനം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 അധ്യായം മൊത്തത്തിൽ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബോധ്യമാകുന്നൊരു വിഷയമാണ്. അത് ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ലേഖൻ പറയുന്നത് സ്വർഗത്തിൽ വാസ്തവമായിട്ടുള്ള സത്യമായിട്ടുള്ള റിയാലിറ്റിയിൽ ഉള്ള കാര്യങ്ങളുടെ ഒരു നിഴൽ നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്നു. അതായിരുന്നു സമാഗമന കൂടാരം. എന്നാൽ ആ സമാഗമന കൂടാരത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു ഇൻ എ സ്പെഷ്യൽ വേ, പ്രത്യേക രീതിയിൽ. അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ആദ്യ നിയമത്തിന് ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികം തന്നെ വേൾഡ്, ഈ ലോകത്തിലുള്ള കാര്യമാണ് പറയുന്നത്, വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ച് അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മോശയുടെ കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. ഒരു സ്ഥലം വിശുദ്ധ സ്ഥലം, പിന്നെ അതിവിശുദ്ധ സ്ഥലം, അതാണ് മൂന്നാമത്. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലെ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ഇടയ്ക്ക് വലിയൊരു തിരശ്ശീല. നമ്മൾ പള്ളികളിൽ കണ്ടു കാണുമല്ലോ. പള്ളിയിൽ ഈ വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെയാണ് സാധാരണക്കാർക്ക് കാണാൻ പറ്റത്തുള്ളൂ. പുരോഹിതൻ നിൽക്കുന്ന അപ്പുറമാണ്, തിരശ്ശീലയ്ക്ക് അപ്പുറമാണ്. ഇതെല്ലാം പഴയ നിയമത്തിൻ്റെ ആചാരങ്ങളാണത്. പഴയ നിയമത്തിൽ മോശ വഴി കൊടുത്ത ആരാധനാ രീതിയാണ്. അത് മാറിപ്പോയി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. കർത്താവിശ്വാനും തിരശ്ശീല മരിച്ചപ്പോൾ തിരശ്ശീല താഴെ നിന്ന് മുകളിൽ നിന്ന് താഴെ വരെ കീറിയതൊക്കെ നമുക്കറിയാം, വേദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ആ കർട്ടൻ ഉള്ളിടത്തോളം കാലം വിശുദ്ധവും അതിവിശുദ്ധവും
പുരോഹിതന്മാർ ഇവിടെ ശുശ്രൂഷിക്കുന്ന മഹാപുരോഹിതൻ അവിടെ ശുശ്രൂഷിക്കുന്നു. അത് തിരശ്ശീല വഴി അത് മറയ്ക്കപ്പെട്ടിരുന്നു. ഇന്ന് ആ മറ മാറിയിരിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തു മരണം വരെ അത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവ് യേശുക്രിസ്തു വഴി നമുക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവസന്നിധിയിലേക്ക്, കൃപാസനത്തിലേക്ക് ധൈര്യപൂർവ്വം കടന്ന് ചെല്ലാമെന്ന്. ഇത് തീർച്ചയായിട്ടും നല്ലൊരു വിശേഷം തന്നെയാണ്. ഇതാണ് ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. അവൻ്റെ കാൽവരി മരണം മൂലം, അവൻ്റെ വ്യക്തിത്വം മൂലം, അവൻ പാപരാഹിത്യം മൂലം, അവൻ പിതാവിൻ്റെ ഹിതം ചെയ്തുകൊണ്ട്, അവന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട്, നീതി ചെയ്തുകൊണ്ട്, അവൻ മുഖാന്തരം നമുക്കിന്ന് കൃപാസനത്തിലേക്ക് സധൈര്യം കടന്നു ചെല്ലാം. അപ്പോൾ അതാണ് നമ്മൾ 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. 1 തൊട്ട് 28 വരെ വാക്യങ്ങളുണ്ട്. അതിൽ നമുക്ക് 1 വരെ 7 വരെ വായിക്കുമ്പോൾ ഇത് പഴയ നിയമത്തിൻ്റെ ആരാധന രീതിയാണ്. 2-ാം അധ്യായം വരെ വായിച്ചു, 2-ാം വാക്യം വരെ വായിച്ചു. 3-ാം വാക്യം 2-ാം തിരശ്ശീലയ്ക്ക് പിന്നാലെ അതിവിശുദ്ധ സ്ഥലം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞ നിയമപെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹ്റോൻ്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പനകളും അതിന് മീതെ കൃപാസനത്തെ മൂടുന്ന, കൃപാസനം ശ്രദ്ധിച്ചാലും മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓരോന്നായി വിവരിക്കാൻ കഴിയുകയില്ല. ഞാനും വിവരിക്കാൻ പോകുന്നില്ല. അത് നമുക്ക് പഠിക്കേണ്ട വിഷയമാണ്. അത് എങ്ങനെ ഉണ്ടാക്കി, അതിൻ്റെ എങ്ങനെയൊക്കെയാണ് നിയമങ്ങളെന്നുള്ളത് നമ്മൾ പഴയ നിയമത്തിൽ പഠിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ എബ്രായ ലേഖനം പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പഴയ നിയമത്തെക്കുറിച്ച് നമുക്ക് നല്ല ജ്ഞാനമുള്ളവരായിരിക്കണം. ലേവ്യ പുസ്തകമൊക്കെ നന്നായിട്ട് പഠിച്ചാലും മതി. യാഗങ്ങളെക്കുറിച്ച്, പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത കൂടാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ എവിടെയാണ് വ്യത്യാസം വന്നിട്ട് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ കർത്താവ് യേശു ക്രിസ്തു വഴി നമ്മൾ എന്ത് സാധ്യമായി, പഴയതിലാണോ പുതിയതാണോ. എബ്രായ ലേഖനം പറയുന്നത് പുതിയ വഴി, പുതിയ ക്രിസ്തു, അവൻ വഴി ഇത് കൃപാസനത്തിലേക്ക് നമുക്ക് കടന്ന് ചെല്ലാം എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ 1 മുതൽ 7 വരെ വായിക്കുമ്പോൾ പഴയ നിയമം, എന്നാൽ അതിൻ്റെ ഒരു സമ്മറി ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന 9-ഉം 10-ഉം വാക്യങ്ങളാണ്. 9-ഉം 10-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യമത്രേ. അതിൽ ഒത്തവണ്ണം ആരാധനക്കാരും മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗം അർപ്പിച്ചു പോന്നിരുന്നു. അതാണ് പഴയ നിയമകാലത്ത് സംഭവിച്ചത്. എന്നാൽ ഈ പുതിയ നിയമകാലത്ത് പഴയ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണകാലത്തോളം ചുമത്തിയിരുന്ന ജഡിക നിയമങ്ങളത്രേ. പിന്നെ പറയുകയാണ് 11-ാം വാക്യം, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ടുള്ള കൈപ്പണിയല്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തെകുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അവർ റിഡംഷൻ ഈസ് ഓവർ. നമ്മൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് അവൻ്റെ രക്തത്താൽ. അതുകൊണ്ട് അവനിൽ നമുക്കിന്ന് കൃപാസനത്തിലേക്ക് കടന്നെല്ലാം ധൈര്യത്തോടെ കടന്നെല്ലാം. അതിന് തടസ്സങ്ങളുണ്ട്. അതിന് ഏറ്റവും വലിയ തടസ്സം സഭകൾ തന്നെയാണ്, മതങ്ങളാണ് അതിന് തടസ്സം. അതിനേക്ക് അതിജീവിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന സുവിശേഷത്തിലൂടെ, ദൈവവചന പ്രസംഗത്തിലൂടെ അത് ഇന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളതിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ സധൈര്യം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ ഒരു അവസരം നമുക്ക് ഒരിക്കൽ കൂടി ദൈവം നൽകുകയാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ധൈര്യം ലഭിക്കാനായിട്ട് ഒരു വഴിയുള്ളൂ, അത് യേശു എന്ന വഴിയാണ്. യേശുവിൻ്റെ ഒരിക്കലായി അർപ്പിച്ച പരമയാഗം വഴി, യേശു ഒരിക്കലായി സമർപ്പിച്ച പരമയാഗം വഴി സധൈര്യം നമുക്കിന്ന് ദൈവത്തെ സമീപിക്കാം, കൃപാസനെ സമീപിക്കാം. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. പഴയത് കടന്നുപോയി, പുതിയതാ വന്നിരിക്കുന്നു. അത് കർത്താവ് യേശു ക്രിസ്തുവിലാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ നേരിട്ട് കടന്നെല്ലാം നിങ്ങൾ സന്നദ്ധരാണ്. എന്ത് ചെയ്യണം? അവിടെ ധൈര്യം കിട്ടുവാനായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അവനെക്കുറിച്ച് കാര്യമായിട്ട് മനസ്സിലാക്കണം, അവൻ എന്താണ് ചെയ്തതെന്നുള്ളത്. അവനെ ഒരിക്കലായി തന്നെ അർപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു. അതുകൊണ്ടാവും വഴി നമുക്കിന്ന് ദൈവത്തിലേക്ക് കടന്നെല്ലാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, വളരെ ആഴമായ ദൈവിക സത്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മ ഞങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഇത് വായിച്ച് മനസ്സിലാക്കാൻ തക്കവണ്ണം
അതിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാറുമാറാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കൃപാസനത്തെ സമീപിച്ച് സധൈര്യം ജീവിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാകിയാൽ സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, നമുക്ക് തുടരാം.